അറിയാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഈ ഭാഗം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ, നോക്കി ചെയ്യരുത്. എന്തെങ്കിലും തെറ്റ് വരുന്നുണ്ടോ നോക്കണം, വരാം ചിലപ്പോ. ഓക്കെ, ആ വേണ്ട കേട്ടോ. 15. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്തു വിചാരിക്കുന്നു. ഇപ്പൊ പറയാനുള്ളത്, നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന ഒരു മൊഡ്യൂളാണ് നമ്മൾ പഠിച്ചത്. അതിനു മുമ്പ് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഡിസ്കസ് ചെയ്തു. എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അതിന്റെ ഫീച്ചേഴ്സ്, സ്കോപ്പിൽ പറഞ്ഞ സംഗതി ഒന്ന് റിവൈൻഡ് ചെയ്യുക. 3 അപ്രോച്ച് ഉണ്ടായിരുന്നു: ട്രഡീഷണൽ അപ്രോച്ച്, ട്രാൻസിഷണൽ അപ്രോച്ച്, മോഡേൺ അപ്രോച്ച്. ഈ ട്രഡീഷണൽ അപ്രോച്ചിൽ നമ്മൾ ഫണ്ട് കണ്ടെത്തി കഴിഞ്ഞാൽ FM-ന്റെ ജോബ് തീരും. ട്രാൻസിഷണൽ അപ്രോച്ച് എത്തിയപ്പോഴോ ഡേ ടു ഡേ പ്രോബ്ലംസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. മോഡേൺ അപ്രോച്ചിലാണ് എൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആക്ടിവിറ്റിയെ 3 ഡിസിഷൻ ആയിട്ടൊക്കെ കാണാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ 3 ഡിസിഷനൊക്കെ ഉണ്ട്, വലിയ ഒരു ഏരിയയൊക്കെ ആയിട്ട്, ഒരു ഡിസിപ്ലിൻ ആയിട്ടൊക്കെ കാണാൻ തുടങ്ങിയത്. അതിന് മുമ്പ് ഒരു FM എക്കണോമിക്സിന്റെ ഒക്കെ ഒരു പാർട്ടായിരുന്നു, എക്കണോമിക്സിന്റെ പാർട്ടായിട്ടൊക്കെയാണ് പഠിച്ചിരുന്നത്. ഇപ്പോഴാണ് ഇതിങ്ങനെ FM-നെ ഒരു സെപ്പറേറ്റ് ഏരിയ ഒക്കെ ആയിട്ട് പഠിക്കാൻ തുടങ്ങിയത്. Modern approach deals with the 3 decisions such as investment decision, financial decision, dividend decision. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിലെ ഒരു ഭാഗം കഴിഞ്ഞു. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഡീൽസ് വിത്ത് ക്യാപിറ്റൽ ബജറ്റിംഗ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ക്യാപിറ്റൽ ബജറ്റിങ്ങും വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റും കൂടെ അടങ്ങിയ ഒരു വലിയ പാർട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. എത്രത്തോളം ഫണ്ട് നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുക, അതിന്റെ പ്രോഫിറ്റബിലിറ്റി മനസ്സിലാക്കുക. അതിൽ ക്യാപിറ്റൽ ബജറ്റിംഗ് ആണ് നമ്മൾ നോക്കിയത്. ലോങ് ടേം അസറ്റുകളിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ക്യാപിറ്റൽ ബജറ്റിംഗ്. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഹ്യൂജ് ഫണ്ട് നേരത്തെ പറഞ്ഞു. ദെൻ ലോങ് പീരിയഡിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. ജസ്റ്റേഷൻ പീരിയഡ് ലോങ് ആണെന്ന് പറഞ്ഞാൽ കിട്ടുന്ന റിട്ടേൺ, കിട്ടി തുടങ്ങുന്ന പീരിയഡ് ലോങ് ആണ്. ദെൻ റിസ്കി ആണ് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിൽ പ്രോഫിറ്റബിലിറ്റി മനസ്സിലാക്കാൻ നമുക്ക് 2 മെത്തേഡുകൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയാ? നോൺ ഡിസ്കൗണ്ടിങ്ങും നോൺ ഡിസ്കൗണ്ടിങ്ങും. നോൺ ഡിസ്കൗണ്ടിങ് മെത്തേഡിന്റെ പ്രത്യേകത എന്തായിരുന്നു? ടൈം വാല്യൂ കൺസിഡർ ചെയ്യില്ല അല്ലെ. ഈ പറഞ്ഞ ഡിസ്കൗണ്ടിങ് മെത്തേഡിന്റെ പ്രത്യേകതയോ? അവിടെ എന്ത് ചെയ്യും? ടൈം വാല്യൂ കൺസിഡർ ചെയ്യും. നോൺ ഡിസ്കൗണ്ടിങ് ടെക്നിക്കിൽ നമ്മളൊരു 3-4 പഠിച്ചു. ഒന്ന് അർജൻസി മെത്തേഡ്, പ്രോബ്ലം ഒന്നുമില്ല, ഏതാണോ അർജന്റ് അത് ഫസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ പറഞ്ഞത് ഏതാ? പേ ബാക്ക് പീരിയഡ്. ഏതാണോ ഷോർട്ടസ്റ്റ് പേ ബാക്ക് ഉള്ളത് അത് ചൂസ് ചെയ്യും. ഒരു 5 വർഷം കൊണ്ട് തിരിച്ചു കിട്ടുന്നത് 8 വർഷം കൊണ്ട് തിരിച്ചു കിട്ടണമെങ്കിൽ 5 വർഷം കൊണ്ട് തിരിച്ചു കിട്ടുന്നതാണ് നമ്മൾ ചൂസ് ചെയ്യുക. പിന്നെ നമ്മൾ പഠിച്ചത് ARR ആണ് അല്ലേ? അല്ല, പോസ്റ്റ് പേ ബാക്ക് ആണ് പഠിച്ചത്. പ്രോഫിറ്റബിലിറ്റി ആഫ്റ്റർ പേ ബാക്ക് അതും കൂടെ നോക്കിയിരുന്നു. അത് കഴിഞ്ഞാണ് പിന്നെ ARR. അവിടെ പെർസെൻറ്റേജ് ആണ് കണ്ടിരുന്നത്. ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ARR ഉള്ളത് ചൂസ് ചെയ്യും. പിന്നെ നമ്മൾ ഡിസ്കൗണ്ടിങ്ങിലേക്ക് കടന്നു. അതിൽ NPV ഏതാണോ ഹയസ്റ്റ് NPV അത് ചൂസ് ചെയ്യും. രണ്ടാമത് PI ഏതാണോ ഹയസ്റ്റ് PI അത് ചൂസ് ചെയ്യും. ഇവിടെ IRR നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ചൂസ് ചെയ്യേണ്ട ഒരു പ്രോബ്ലം വന്നിട്ടില്ല. IRR കാൽക്കുലേഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. ഒന്ന് പ്രത്യേകം എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോ, IRR എപ്പോഴേ ചൂസ് ചെയ്യാന്നുള്ളത്. ജസ്റ്റ് ലാസ്റ്റ് സെന്റൻസ് ഒരു നോട്ടായിട്ട് കൊടുത്തോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴാ, എങ്ങനെയാ? if the IRR is greater than cost of capital അല്ലെ, minimum rate of return, we accept the project, and അല്ലെ if less than the cost of capital we reject the project. അങ്ങനല്ലേ പറഞ്ഞേ? ഓർമ്മണ്ടോ? അപ്പൊ ജസ്റ്റ് ഒരു നോട്ടായിട്ട് എഴുതിക്കോ. if IRR is greater than
cost of capital or minimum rate of return, comma, we should accept the project. And vice versa എന്ന് എഴുതി വെച്ചാൽ പോരെ, തിരിച്ചും എങ്ങനെയാ, ഒന്നുകൂടെ പറയാം. If the IRR is more than എന്നല്ലേ ഞാൻ പറഞ്ഞേ, ഗ്രേറ്റർ ദാൻ കൊടുക്കുക, മോർ ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഏതാ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓർ minimum rate of return, comma, we accept the project. We accept the project. And vice versa, എന്താ തിരിച്ചും അല്ലേ, എങ്ങനെയാ, അപ്പൊ എങ്ങനെയോ ലെസ് ദാൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ലെസ് ദാൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റിജക്ട്. എന്നാൽ നമുക്കിനി അടുത്ത ഏരിയയിലോട്ട് കിടക്കാം. ഏത്, ക്യാപിറ്റൽ ബജറ്റിംഗ് കഴിഞ്ഞു, ഏകദേശം 2 മൊഡ്യൂള് 1.5 മൊഡ്യൂള് 2 മൊഡ്യൂൾ അടുത്തെത്തി എന്ന് പറയാം. അടുത്ത ഏരിയ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഡീൽസ് വിത്ത് 2 ഡിസിഷൻ ഡിസിഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഏതാ, ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ ആസ് വെൽ ആസ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഓർ വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ. അപ്പൊ നമുക്ക് ഇനി അടുത്തത് പഠിക്കാനുള്ളത് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. ലോങ് ടേം അസറ്റുകളുടെ ഡിസിഷൻ ഒക്കെ നമ്മൾ എടുത്തപ്പോ ഇനി എങ്ങനെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ് ചെയ്യാം എന്നൊക്കെയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് കിട്ടണം, അതിന്റെ ചെറിയൊരു ഐഡിയ ഉണ്ടാവണം, എങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നോർമലി ഏതൊരു ഫേമിനും ക്യാപിറ്റൽ വേണം. എന്താ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട ഫണ്ടിനെ നമുക്ക് എന്ത് വിളിക്കാം, ക്യാപിറ്റൽ എന്ന് വിളിക്കാം. ഫണ്ട് ഇല്ലാതെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂല, ബിസിനസ് മൂവ് ചെയ്യാൻ പറ്റൂല. ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്യണമെങ്കിൽ ഷുവറായിട്ട് അവിടെ എന്ത് വേണം, ക്യാപിറ്റൽ വേണം. 2 ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ ആണ് ഒരു സ്ഥാപനത്തിന് വേണ്ടി വരിക. ഫിക്സഡ് ക്യാപിറ്റലും രണ്ടാമതെന്താ, വർക്കിംഗ് ക്യാപിറ്റലും. ആ പേരിൽ തന്നെ സംഗതി ഉണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ ഈസ് റിക്വയർഡ് ടു പർച്ചേസ് ദി ഫിക്സഡ് അസറ്റ് ആൻഡ് ലോങ് ടേം അസറ്റ്. ലോങ് ടേം അസറ്റുകൾ വാങ്ങിക്കാൻ വേണ്ട ക്യാപിറ്റലിനെ ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് വിളിക്കും. അതാണ് നമ്മൾ ഇത്രയും വരെ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി നമുക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് മീറ്റ് ചെയ്യണം, വേണ്ടേ? എന്താ, ബിസിനസ് ഉണ്ട്, കെട്ടിപ്പൊക്കി വിചാരിച്ചോ, എന്താണ്, ബിൽഡിംഗ് ഉണ്ട്, മെഷീനറീസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. ഇന്നാണ്ട് സ്റ്റാർട്ട് ചെയ്ത് ബിസിനസ്. ഇന്ന് മുതലോ നമുക്ക് ആ ബിസിനസ് ഒരു പ്രൊഡക്ഷൻ നടത്തുന്ന കമ്പനി വിചാരിച്ചോ, മാനുഫാക്ചറിങ് നടത്തുന്ന കമ്പനി, മാനുഫാക്ചറിങ് കമ്പനിയാണ്, സ്റ്റീൽ മാനുഫാക്ചറിങ് ആ വിചാരിച്ചോ. അപ്പൊ സ്റ്റീൽ മാനുഫാക്ചറിങ് ആണെങ്കിൽ റോ മെറ്റീരിയൽസ് ഒക്കെ വേണ്ടി വരും. ദെൻ റോ മെറ്റീരിയൽസ് മാത്രമല്ല, കൃത്യമായിട്ട് അവിടെ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ അവിടെ എംപ്ലോയീസ് ഉണ്ടാവും, അവർക്ക് സാലറി വേജ് ഒക്കെ കൊടുക്കണം. ഡെയിലി എക്സ്പെൻസുകൾ ഉണ്ടാവും, ഇലക്ട്രിസിറ്റി ബില്ല്, അങ്ങനെയൊക്കെ ബാക്കിയുള്ള കുറെ എക്സ്പെൻസുകൾ ഉണ്ടാവും. സോ ഈ ബില്ലുകളും സംഗതികളൊക്കെ മീറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് എന്ത് വേണം, ഫണ്ട് വേണ്ടേ? ആ ഫണ്ടാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കാൻ പറ്റുക. എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് വേണ്ട സാധനമാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഫിക്സഡ് ക്യാപിറ്റൽ കണ്ടിന്യൂസ് ആയിട്ട് വേണ്ടി വരില്ല. കാരണം ഇപ്പൊ ഒരു ബിൽഡിംഗ് കെട്ടിപ്പൊക്കി കഴിഞ്ഞാല് എന്തായി, ആ ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങിക്കാനുള്ള ഫണ്ട് നമ്മൾ ആൾറെഡി കണ്ടെത്തി കഴിഞ്ഞാൽ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. പിന്നെ അത് എപ്പോഴെങ്കിലും ഒക്കെ അതിന്റെ മെയിൻ്റനൻസ് വരുമ്പോഴാണ് വേണ്ടി വരിക. അതല്ലാതെ ഡെയിലി റൂട്ടീൻ ആക്ടിവിറ്റികളുള്ള അല്ലെങ്കിൽ റൂട്ടീൻ ആക്ടിവിറ്റികൾ മീറ്റ് ചെയ്യാൻ വേണ്ട, ഡെയിലി ആക്ടിവിറ്റീസ് മീറ്റ് ചെയ്യാൻ വേണ്ട, ഓപ്പറേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ട ക്യാപിറ്റലിനെ നമ്മൾ പറയുന്ന പേരാണ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പൊ എന്താ വർക്കിംഗ് ക്യാപിറ്റൽ?
Simply we can say working capital is the capital required to meet the day-to-day working of the business, or to meet the day-to-day routine activities of the business. Daily activities meet ചെയ്യാൻ വേണ്ട ഫണ്ടിനെ, ക്യാപിറ്റലിനെ, ക്യാഷിനെയൊക്കെ നമുക്ക് എന്തെന്ന് വിളിക്കാം? എന്തെന്ന് വിളിക്കാം? നമ്മളെ പേഴ്സണൽ ആയിട്ട് സംഗതി തന്നെ ആലോചിച്ച് നോക്ക്. നമ്മളൊരു വീട് വെക്കുക, അത് ഫിക്സഡ് ക്യാപിറ്റലാണ്. വീട് വെച്ച് നമുക്കതിന് കുറച്ച് സാധനങ്ങളൊക്കെ വേണ്ടി വരും എന്ന് പറഞ്ഞാൽ വീട്ടിലേക്കുള്ള സാധനങ്ങൾ, ഫിക്സഡ് ആയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചു, കട്ടിലും മറ്റതൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഇപ്പം എന്താ, മാസം നമുക്ക് ഒരു കുറച്ച് എമൗണ്ട് ചിലവാകും. എന്താ, ഫുഡിനും മറ്റു സംഗതികൾക്കും, ഇലക്ട്രിസിറ്റി ബില്ലായിട്ടും ഫോൺ ബില്ലായിട്ടും ഒക്കെ. അത് വർക്കിംഗ് ക്യാപിറ്റലാണ്. ഫിക്സഡ് ആയിട്ട് കുറച്ച് ചിലവായത് ഫിക്സഡ് ക്യാപിറ്റലും. അതേപോലെ സ്ഥാപനങ്ങൾക്കും ഇതേപോലെ ഉണ്ടാവും. സ്ഥാപനങ്ങൾക്കും വേണ്ടി വരും ഫിക്സഡ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലും. അപ്പൊ എന്താ വർക്കിംഗ് ക്യാപിറ്റൽ? വൺസ് അഗെയിൻ, working capital is the fund or cash or working capital required to meet what? എന്ത് മീറ്റ് ചെയ്യാൻ വേണ്ടതാ? ഡേ ടു ഡേ activities of the business, day-to-day activities, routine activities, day-to-day operations, routine operations of the business എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് മീറ്റ് ചെയ്യാൻ വേണ്ട ഫണ്ടിനെ, ക്യാപിറ്റലിനെ പറയുന്ന പേരാണ് വർക്കിംഗ് ക്യാപിറ്റൽ. വൺസ് അഗെയിൻ പഠിച്ചേ. പല ആളുകളും ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുക. അതല്ല, ഡേ ടു ഡേ ആക്ടിവിറ്റീസ് മൂവ് ചെയ്യാൻ വേണ്ട ഫണ്ടിനെ പറയുന്ന പേരാണ് എന്ത്? Working capital. So working capital is the fund required to meet routine activities such as salaries, wages, rent, advertisement, purchase of raw materials, etc. So raw materials വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, സാലറി കൊടുക്കാൻ വേണ്ടി, വേജ് കൊടുക്കാൻ വേണ്ടി, റെന്റ് കൊടുക്കാൻ വേണ്ടി, അഡ്വർടൈസ്മെന്റ് മീറ്റ് ചെയ്യാൻ വേണ്ടി, ഓഫീസ് എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വേണ്ട ഫണ്ടിനെ നമ്മൾ പറയുന്ന പേരാണ് കുട്ടികളെ വർക്കിംഗ് ക്യാപിറ്റൽ. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടാത്തവരുണ്ടോ? ഉണ്ടാ? ഇല്ലല്ലോ. എന്താ, വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടിയില്ലേ? ഹലോ, പോയോ? വർക്കിംഗ് ക്യാപിറ്റൽ എന്താന്ന് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഡെയിലി മീറ്റ് ചെയ്യാൻ വേണ്ട എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ട ക്യാപിറ്റലിന് ഒരു സിമ്പിൾ ഡെഫിനിഷൻ ഉണ്ട്. അക്കോർഡിംഗ് ടു ഷുബിൻ. എന്താ ഷുബിന് പറയുന്നത് നോക്കാം അല്ലെ. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദി എമൗണ്ട് ഓഫ് ഫണ്ട് നെസസറി ടു കവർ ദി കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് ദ ബിസിനസ് ഓർ കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് ദ എന്റർപ്രൈസ്. ആ ഒരു ബിസിനസ് എന്റർപ്രൈസ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ട കോസ്റ്റ് കവർ ചെയ്യേണ്ട ഫണ്ടിനെ പറയുന്ന പേരാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ചുരുക്കി പറഞ്ഞതാണ്, ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യണം. ആ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ സർട്ടൈൻ എക്സ്പെൻസ് അല്ലെങ്കിൽ കോസ്റ്റ് ഉണ്ടാവും. ആ കോസ്റ്റ് കവർ ചെയ്യാൻ വേണ്ട ഫണ്ടിനെ പറയുന്ന പേരാണ് എന്ത്? എന്തോട്ടികളെ? വർക്കിംഗ് ക്യാപിറ്റൽ. ആരാ പറയണത്? നമ്മളല്ല പറയുന്നത്, ഷുബിനാ പറയുന്നത്. എന്താ ഷുബിൻ പറയുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദി എമൗണ്ട് ഓഫ് ഫണ്ട് അല്ലെ. എമൗണ്ട് ഓഫ് ഫണ്ട് ആണ്. എന്തിനു വേണ്ട എമൗണ്ട് ഓഫ് ഫണ്ട്? നെസസറി ടു കവർ. എന്ത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ദ കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് ദ എന്റർപ്രൈസ്. ആ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യാൻ കുറെ കോസ്റ്റും എക്സ്പെൻസും വരും. ഓപ്പറേറ്റ് ചെയ്യാനട്ടോ, മുന്നോട്ട് നീങ്ങാന്, മൂവ് ചെയ്യാന്, റൂട്ടീൻ ആക്ടിവിറ്റീസ് ചെയ്യാന്. ആ കോസ്റ്റ് കവർ ചെയ്യാനുള്ള എമൗണ്ട് ഓഫ് ഫണ്ടിനെ പറയുന്ന പേരാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് ഷുബിൻ പറയുന്നു. പഠിച്ചേ. അക്കോർഡിംഗ് ടു ഷുബിൻ, വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദി എമൗണ്ട് ഓഫ് ഫണ്ട് നെസസറി അല്ലെ. എമൗണ്ട് ഓഫ് ഫണ്ട് നെസസറി ഫോർ വാട്ട്? ടു കവർ ദ കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് ആൻ എന്റർപ്രൈസ്. കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് ദി എന്റർപ്രൈസ്. എന്റർപ്രൈസ് ഉദ്ദേശിച്ചത് ബിസിനസ് ആണ്. ആ ബിസിനസിന്റെ ഓപ്പറേഷൻസ് കവർ ചെയ്യാണ്ട, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കവർ ചെയ്യാൻ വേണ്ട ഫണ്ടിനെ പറയുന്ന പേരാണ് എന്താ കുട്ടികളെ? എന്താ? വർക്കിംഗ് ക്യാപിറ്റൽ. ഇനി വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഒരു ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടണം. ആ ക്ലിയർ പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് അതിന് 3 കൺസെപ്റ്റുകൾ ഉണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ആ കൺസെപ്റ്റുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. കൺസെപ്റ്റ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ.
concepts of working capital can be classified into three. They are gross concept, net concept, as well as operating cycle concept. കേൾക്കുമ്പോൾ സിമ്പിൾ സംഗതിയാണ്, നമുക്കതിൽ ഒന്നുണ്ട് ആലോചിച്ചാൽ കിട്ടാവുന്ന സംഗതിയുള്ളൂ. ഗ്രോസ് കൺസെപ്റ്റ്. നിങ്ങൾ ഗ്രോസ് കൺസെപ്റ്റ് ഇപ്പോൾ ഒരു ബിസിനസിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ, ഒരു ബാലൻസ് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ കാണാം നിങ്ങൾക്ക് അവിടെ? ലാബിലിറ്റി കാണാം, പിന്നെയോ അസറ്റ് തന്നെ എന്ത് കാണാം? ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും. സാറ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലാസ്സിൽ തന്നിട്ടുണ്ടാവും വിചാരിക്കുന്നു, ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഫിക്സഡ് അസറ്റുകൾ അറിയാം, ഏതാ? മെഷീനറി, ഫർണിച്ചർ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, എക്സെട്ര. ഇത് വാങ്ങിക്കാൻ വേണ്ട ഫണ്ടിനെ നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് വിളിക്കും. കറണ്ട് അസറ്റ് ഉണ്ട് അല്ലേ? ഏതൊക്കെ കറണ്ട് അസറ്റ്? ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, പിന്നെ ബിൽസ് റിസീവബിള്, ക്യാഷ്, ബാങ്ക്, എക്സെട്ര. ഇതിൻ്റെയൊക്കെ തുല്യം എന്താ? ഇതിൻ്റെയൊക്കെ ഒരു മീനിങ് എന്താ? അതൊക്കെ എന്താ? ഇതൊക്കെ ഏകദേശം ക്യാഷിന് ഈക്വലൻ്റ് ആണ്. ക്യാഷിന് ഈക്വലൻ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാവുന്ന, ഒരു വർഷത്തിനുള്ളിലൊക്കെ ക്യാഷാക്കി മാറ്റാവുന്ന അസറ്റുകളാണ് കറണ്ട് അസറ്റ്. ഏതൊക്കെ? ഏതാ കുട്ടികളെ കറണ്ട് അസറ്റ്? ഡെപ്റ്റേഴ്സ്. ആരാ ഡെപ്റ്റേഴ്സ്? നമുക്ക് പൈസ തരാനുള്ളവരാ. നമ്മൾ ചിലപ്പോൾ മാക്സിമം ഒരു 3 മാസം ക്രെഡിറ്റ് കൊടുക്കും. അപ്പോൾ ആ 3 മാസം ആകുമ്പോഴത്തേക്ക് നമ്മൾ പൈസ കിട്ടും. കുറച്ച് ആൾക്കാർ നമ്മളെ മാട്ടും, അത് വേറെ കാര്യം, അത് പോട്ടെ. അപ്പോൾ ഡെപ്റ്റേഴ്സ് ഉണ്ടാവും, അത് കറണ്ട് അസറ്റ് ആണ്, അത് ക്യാഷ് ആയിട്ട് മാറും. ഇപ്പോഴല്ല, ഇപ്പോൾ ക്യാഷ് അല്ല, ക്യാഷ് ആയിട്ട് മാറും. സ്റ്റോക്ക് എന്താ? അൺസോൾഡ് ഗുഡ്സ് ആണ് സ്റ്റോക്ക്. ഇപ്പോഴും നമ്മുടെ ഗോഡൌണിൽ അല്ലെങ്കിൽ വെയർ ഹൗസിലുള്ള സാധനമാണ് സ്റ്റോക്ക്, അൺസോൾഡ് ഗുഡ്സ് ആണ്. പക്ഷെ ഇത് വിൽക്കും. വിറ്റ് എന്തായിട്ട് മാറും? കുട്ടികളെ? നിങ്ങളില്ലാരും ഒക്കെ പോയോ? ക്യാഷ് ആയിട്ട് മാറും. പിന്നെ ബിൽസ് റിസീവബിൾ, അത് ഡെപ്റ്റേഴ്സിന്റെ അതേ സംഗതി തന്നെ, ഡെപ്റ്റേഴ്സ് തന്നെയാണ്. പക്ഷെ ഒറ്റ വ്യത്യാസമുള്ളൂ. ബിൽസ് റിസീവബിൾ ആകുമ്പോൾ ബാങ്ക് ഗ്യാരണ്ടി ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ പ്രൊമിസറി നോട്ടൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? കടം കൊടുക്കുക. അപ്പൊ പിന്നെ അഥവാ ഒരു തന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കേസ് കൊടുക്കാനൊക്കെ പറ്റും. മറ്റേതാകുമ്പോൾ അതിന് ലിമിറ്റേഷൻ ഉണ്ട് ഡെപ്റ്റേഴ്സ് ആകുമ്പോൾ. ചുരുക്കി പറഞ്ഞാൽ ബിൽസ് റിസീവബിളും ഡെപ്റ്റേഴ്സും ഒന്നാണ്. അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ഡെപ്റ്റേഴ്സും ബിൽസ് റിസീവബിളും ഒന്നാണ്, ചെറിയ വ്യത്യാസമുള്ളൂ എന്ന് മാത്രം. കിട്ടാനുള്ളവരാണ്, പൈസ കിട്ടാനുള്ളവരാണ്, അതും കിട്ടും. പിന്നെ ക്യാഷ് ആൾറെഡി ക്യാഷാണ്, ബാങ്കും ആൾറെഡി ക്യാഷാണ്. അപ്പൊ ഇതൊക്കെയാണ് കറണ്ട് അസറ്റുകൾ. ഞാൻ അതേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പോയിട്ടില്ല. ഈ ടോട്ടൽ കറണ്ട് അസറ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഫണ്ടായിട്ട് യൂസ് ചെയ്തൂടെ? അല്ലേ? ഈ പറഞ്ഞ സംഗതി ഫണ്ടായിട്ട് യൂസ് ചെയ്തൂടെ? അല്ല കുട്ടികളെ? പൈസ കിട്ടാണ്ട് കിട്ടിയാൽ കൊടുക്കാം, സ്റ്റോക്ക് മാറ്റിയിട്ട് ക്യാഷ് ആയാൽ കൊടുക്കാം. സോ ഈ പറഞ്ഞ 5 സംഗതികൾ നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം? ഫണ്ടായിട്ട് യൂസ് ചെയ്തൂടെ? യെസ്. ഈ ഒരു കൺസെപ്റ്റ് ആണ് ഗ്രോസ് കൺസെപ്റ്റിൽ പറയുന്നത്. ഇനി കാര്യത്തിലേക്ക് കടക്കാം. അക്കോർഡിംഗ് ടു ഗ്രോസ് കൺസെപ്റ്റ്, ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഫണ്ട് ഇൻവെസ്റ്റഡ് ഇൻ കറണ്ട് അസറ്റ് ഈസ് കാൾഡ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. എന്താണ്? ടോട്ടൽ എമൗണ്ട് ഓഫ് ഫണ്ട് ഇൻവെസ്റ്റഡ് ഇൻ കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റിന്റെ ടോട്ടൽ എത്രയാണോ ആ ടോട്ടലിനെ പറയുന്ന പേരാണ് എന്ത്? വർക്കിംഗ് ക്യാപിറ്റൽ ആസ് പെർ ഗ്രോസ് കൺസെപ്റ്റ്. അപ്പൊ എന്താ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? എന്താ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റല്? എന്താണ് പറയേണ്ടത്? എസ്, എമൗണ്ട് ഓഫ് ഫണ്ട് ഇൻവെസ്റ്റഡ് ഇൻ, എവിടെയാ? എമൗണ്ട് ഓഫ് ഫണ്ട് ഇൻവെസ്റ്റഡ് ഇൻ. ഇവിടെ ഇക്വേഷൻ ഇട്ട് എങ്ങനെ വരും? അക്കോർഡിംഗ് ടു ഗ്രോസ് കൺസെപ്റ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ്.
അപ്പോൾ ഗ്രോസ് കൺസെപ്റ്റ് പ്രകാരം പറയുന്നു ടോട്ടൽ കറണ്ട് അസറ്റ് എത്രയാണോ അതാണ് നമ്മളെ വർക്കിംഗ് ക്യാപിറ്റൽ. കാരണം അത് ആ ഫണ്ട് ഉപയോഗിക്കുന്ന നമുക്ക് എന്ത് ചെയ്യാം, വർക്ക് ചെയ്യാം. ക്യാഷ് ഉണ്ട്, ക്യാഷ് വെച്ചിട്ട് സാധനങ്ങൾ വാങ്ങിക്കാം. ഡെപ്റ്റേഴ്സ് ഉണ്ട്, അവരത് ക്യാഷ് കിട്ടിയാൽ വാങ്ങിക്കാം. സോ സിമ്പിൾ കൺസെപ്റ്റ് ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു വാട്ട്? ടോട്ടൽ കറണ്ട് അസറ്റ്. ഇനി അപ്പുറത്തേക്ക് വരുമ്പോൾ മാറും കേട്ടോ. എവിടെ? നെറ്റ് കൺസെപ്റ്റ് പ്രകാരം വരുമ്പോൾ മാറും. നെറ്റ് കൺസെപ്റ്റ് പ്രകാരം പറയുന്നു ടോട്ടൽ കറണ്ട് അസറ്റ് അല്ല വർക്കിംഗ് ക്യാപിറ്റൽ. കാരണം ഇവിടെ കറണ്ട് അസറ്റ് ഫണ്ട് തന്നെയാണ്, നോ ഡൗട്ട്. പക്ഷേ ഇതേ സമയത്ത് കമ്പനിക്ക് സെർട്ടേൺ ഷോർട്ട് ടേം ലാബിലിറ്റി ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കാറെന്താ? ഷോർട്ട് ടേം ലാബിലിറ്റിയാണ് നമ്മൾ എന്താ വിളിക്കാറ്? അക്കൗണ്ടിങ് എന്താ വിളിക്കാറ്? കറണ്ട് ലാബിലിറ്റി. ഗുഡ്, വെരി ഗുഡ്. സോ കറണ്ട് ലാബിലിറ്റീസ് ഉണ്ട്, അത് കൊടുക്കും വേണ്ടേ? അത് കൊടുക്കും വേണം. അപ്പൊ അത് കൊടുത്തു തീർത്ത് കറണ്ട് അസറ്റിൽ എന്ത് ബാക്കിയുണ്ടോ അത് ശരിക്കും നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് നെറ്റ് കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. എന്താ പറയുന്നത്? ഫസ്റ്റ് കൺസെപ്റ്റ് പ്രകാരം, ഗ്രോസ് കൺസെപ്റ്റ് പ്രകാരം പറയുന്നത് ടോട്ടൽ കറണ്ട് അസറ്റ് ഫണ്ടാണ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാം, ഡെയിലി ആക്ടിവിറ്റീസ് മീറ്റ് ചെയ്യാം. അപ്പൊ അതാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് ഗ്രോസ് കൺസെപ്റ്റ് പ്രകാരം പറഞ്ഞു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ പറഞ്ഞത് ഫണ്ട് ശരി തന്നെയാണ്, കറണ്ട് അസറ്റ് ഫണ്ട് തന്നെയാണ്, നോ ഡൗട്ട്. ബട്ട് ഇവിടെ എന്തും കൂടെ ഉണ്ട്, നമുക്ക് പെട്ടെന്ന് കൊടുത്തു തീർക്കേണ്ട കുറച്ച് കറണ്ട് ലാബിലിറ്റീസും കൂടെ ഉണ്ട്. അപ്പൊ കറണ്ട് ലാബിലിറ്റി കൊടുത്തു തീർത്ത് എന്തൊക്കെ കറണ്ട് അസറ്റ് ബാക്കി ഉണ്ടോ അതിനേ ഉള്ളു നമ്മൾ എന്തെന്ന് വിളിക്കുക? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കുക എന്നാണ് ഏത് കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. അപ്പൊ ഇവിടെ ഇക്വേഷൻ എന്താവും? നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഇക്വേഷൻ ആവും, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഇക്വേഷൻ എന്താവും? കറണ്ട് അസറ്റ് മൈനസ് ഇത്രേ ഉള്ളൂ. 5 ലക്ഷം രൂപ കറണ്ട് അസറ്റ് ഉണ്ട്, 2 ലക്ഷം രൂപ കറണ്ട് ലാബിലിറ്റി ഉണ്ട്. അപ്പൊ നമ്മളെ വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണ്? എങ്ങനെയാ? 2 ലക്ഷം കൊടുത്തു തീർത്ത് ബാക്കി 3 ലക്ഷം ഉണ്ട് കറണ്ട് അസറ്റ് ആയിട്ട്. സോ നെറ്റ് കറണ്ട് അസറ്റ് എന്നൊക്കെ അതിനെ വർക്കിംഗ് ക്യാപിറ്റൽ എന്നൊക്കെ വിളിക്കാറുണ്ട്. നെറ്റ് കറണ്ട് അസറ്റ് എന്നോ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പൊ എന്താണ്? അക്കോർഡിംഗ് ടു നെറ്റ് കൺസെപ്റ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദി excess of current asset over current liability. Excess of current asset over current liabilities. ഒന്നും കൂടെ വൈഡ് ആയിട്ട് പറയുകയാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് ഗ്രോസ് കൺസെപ്റ്റ് പ്രകാരം വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് അസറ്റ്. Then നെറ്റ് കൺസെപ്റ്റ് പ്രകാരം വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു, ക്ലിയർ അല്ലേ? മൂന്നാമത്തെ ഒരു കൺസെപ്റ്റ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കൺസെപ്റ്റ്. ഈ ഓപ്പറേറ്റിംഗ് സൈക്കിൾ കൺസെപ്റ്റ് പറയുന്നത് വെച്ചാൽ ആദ്യം ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്താണെന്ന് മനസ്സിലാക്കണം. നിങ്ങളൊരു ബിസിനസ് ആലേക്ക് അവിടെ എന്താ പ്രൊസീജിയർ നടക്കുക, എന്താ ഓപ്പറേഷൻ അവിടെ നടക്കണേ? റോ മെറ്റീരിയൽസ് വാങ്ങിക്കും അല്ലേ കുട്ടികളെ? നോർമലി ഒരു പ്രൊഡക്ഷൻ നടത്തുന്ന കമ്പനിയാണെങ്കിൽ റോ മെറ്റീരിയൽസ് വാങ്ങിക്കും. ഇപ്പൊ റോ മെറ്റീരിയൽസ് ഉണ്ട്, വേണ്ട ഒരു ഫർണിച്ചർ കട ആലോചിച്ചോ. അത് സ്റ്റാർട്ട് ചെയ്യുക എങ്ങനെ? സാധനങ്ങളൊക്കെ, അതായത് ഒരു ബിൽഡിങ്ങോ എന്താ വെച്ചാൽ കെട്ടിപ്പൊക്കി, ഇനി അവിടേക്ക് കുറച്ച് മരങ്ങൾ വേണം എന്ന് പറഞ്ഞാൽ ഫർണിച്ചർ ഉണ്ടാക്കണമല്ലോ. അതാണ് റോ മെറ്റീരിയൽസ്, വാങ്ങിച്ചു. ഇനിയോ അത് വർക്ക് ഇൻ പ്രോഗ്രസ് ആവും ചിലപ്പോൾ. എന്താ ഈ വർക്ക് ഇൻ പ്രോഗ്രസ്? കംപ്ലീറ്റ് ആവാത്ത, ഫിനിഷ്ഡ് ഗുഡ്സ് ആവാത്തൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു മേശ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് കാല് പിടിപ്പിക്കാണ്ട് എന്തെങ്കിലും പിടിപ്പിക്കാണ്ടാവും. അങ്ങനെ ഒരു സ്റ്റേജ് എത്തൂലേ? യെസ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ വാങ്ങി വർക്ക് ഇൻ പ്രോഗ്രസ് ആയി വിചാരിച്ചോ, ഒരു 2 months ഇതിനെടുക്കും, അല്ലെങ്കിൽ 1 മാസം എടുക്കും വിചാരിച്ചോ. ഇനി വർക്ക് ഇൻ പ്രോഗ്രസ് എന്തായിട്ട് മാറും? ഫിനിഷ്ഡ് ഗുഡ്സ് ആവും അല്ലേ? ഫിനിഷ്ഡ് ഗുഡ്സ് ആവൂലേ? എന്താ ഫിനിഷ്ഡ് ഗുഡ്സ് കുട്ടികളെ? ഇപ്പോൾ ക്ലിയർ ആയിട്ട് ടേബിൾ ആയിട്ട് മാറി, അല്ലെങ്കിൽ കസേരകളായിട്ട് മാറി. ദെൻ നമുക്ക് എന്താണോ വേണ്ടത് അതായി, ഫിനിഷ്ഡ് ഗുഡ്സ് ആയി.
ഇനി ഈ ഫിനിഷ്ഡ് ഗുഡ്സ് വരെ എന്താ ചെയ്യുക? വിൽക്കും, സെയിൽസ് ആവും. മിക്കവാറും ചിലപ്പോൾ ക്രെഡിറ്റ് സെയിലാവും, കടത്തിനാവും വിൽക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഡെപ്റ്റേഴ്സ് ആയി. 3 മാസം ചിലപ്പോൾ പീരീഡ് കൊടുക്കും തരാൻ. പിന്നെയാണ് ഇത് എന്തായിട്ട് മാറുക? എന്തായിട്ട് മാറുക? ക്യാഷ് ആയിട്ട് മാറുക. അല്ലേ കുട്ടികളെ? പറയുന്നത് മനസ്സിലാവുണ്ടോ? റോ മെറ്റീരിയൽസ് എന്തായിട്ട് മാറും? വർക്ക് ഇൻ പ്രോഗ്രസ് ആവും. പിന്നെന്താവും? ഫിനിഷ്ഡ് ഗുഡ്സ് ആവും. പിന്നെ അത് സെയിലാവും, ഡെപ്റ്റേഴ്സ് ആവും, ക്യാഷ് ആവും. ചിലപ്പോൾ ക്യാഷ് സെയിൽ ഉണ്ടാവും. ഇത് തിരിച്ച് ക്യാഷ് മുടക്കി തിരിച്ച് ക്യാഷ് ആയിട്ട് വരാൻ കുറച്ച് സമയം എടുക്കൂലേ? എടുക്കും. അതാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ പീരീഡ്. അപ്പൊ ഈ പറഞ്ഞ പീരീഡിനെ, ഈ സൈക്കിളിനെ നമ്മൾ എന്ത് വിളിക്കും? ഓപ്പറേറ്റിംഗ് സൈക്കിള്. എവിടുന്ന? ഓപ്പറേറ്റിംഗ് സൈക്കിൾ കൺസിസ്റ്റ് ഓഫ് കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽ ഇൻടു വർക്ക് ഇൻ പ്രോഗ്രസ്, then into finished goods, into sale, into debtors and into cash. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇതാണ് ഓപ്പറേറ്റിംഗ് സൈക്കിള്. ഈ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഫുൾഫിൽ ചെയ്യാൻ സെർട്ടൈൻ പീരീഡ് എടുക്കും. പീരീഡ് എടുക്കൂലേ? റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് വർക്ക് ഇൻ പ്രോഗ്രസ് ആയി, ഫിനിഷ്ഡ് ഗുഡ്സ് ആയി, സെയിലായി, ഡെപ്റ്റേഴ്സ് ആയി, ക്യാഷ് ആയി, പിന്നെ സാധനങ്ങൾ വാങ്ങി. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യണം ഒരു ബിസിനസ്സിൽ. അപ്പൊ ഇത് സൈക്കിളാണ്. ഇതെടുക്കുന്ന പീരീഡിന് ഒരു 3 months എന്ന് വിചാരിച്ചോ. ടോട്ടല് സാധനം മുടക്കി അത് വിറ്റ് പൈസ ആയിട്ട് വരാൻ 3 months എടുക്കുമെന്ന് വിചാരിച്ചോ. ഒന്ന് ആലോചിച്ച് നോക്ക്. സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ റോ മെറ്റീരിയൽസ് വാങ്ങിച്ച് പ്രൊഡ്യൂസ് ചെയ്ത് വിറ്റ് പൈസ തിരിച്ചു വരാൻ 3 മാസം എടുക്കും. ഈ 3 മാസത്തിന്റെ ഇടയിൽ ഈ ബിസിനസ് മൂവ് ചെയ്യണ്ടേ? കുറെ എക്സ്പെൻസുകൾ വരൂലേ? ആ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ട ഫണ്ടിനെ പറയുന്ന പേരാണ് വർക്കിംഗ്. മനസ്സിലായോ? അപ്പൊ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഉണ്ട്. ആ ഓപ്പറേറ്റിംഗ് സൈക്കിളിന് കുറച്ച് പീരീഡ് ഉണ്ട്. ആ പീരീഡിൽ കുറെ എക്സ്പെൻസുകൾ വരും. ആ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ എന്ത് വേണം? ഫണ്ട് വേണം. ആ ഫണ്ടിനെ പറയുന്ന പേരാണ് എന്ത്? ഇനി ഇതൊന്ന് വായിച്ചേ. അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് റിക്വയർഡ് ബിക്കോസ് എന്തുകൊണ്ടാ? ബിക്കോസ് ദ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ സെയിൽ ആൻഡ് ദർ ആക്ച്വൽ റിയലൈസേഷൻ ഓഫ് ക്യാഷ്. നമ്മൾ സാധനം വിറ്റ് അല്ലെ, പ്രൊഡ്യൂസ് ചെയ്ത് വിറ്റ് തിരിച്ച് ക്യാഷ് ആക്കി മാറാൻ എന്ത് സെർട്ടൈൻ പീരിയഡ് എടുക്കും. ആ പീരിയഡ് കവർ ചെയ്യാൻ വേണ്ട ക്യാപിറ്റലിനെ നമ്മളൊരു പേര് വിളിക്കും വർക്കിംഗ് ക്യാപിറ്റൽ ആസ് പെർ ഓപ്പറേറ്റിംഗ് സൈക്കിൾ കൺസെപ്റ്റ്. അപ്പൊ എങ്ങനെ പഠിക്കണ്ടേ? അക്കോർഡിംഗ് ടു ഓപ്പറേറ്റിംഗ് സൈക്കിൾ കൺസെപ്റ്റ് ദ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദി ഫണ്ട് റിക്വയർഡ് ടു മീറ്റ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ അല്ലെ, ഫണ്ട് റിക്വയർഡ് ടു മീറ്റ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ the sale and their actual realization. ചുരുക്കി പറഞ്ഞ ആ ഓപ്പറേറ്റിംഗ് സൈക്കിള് കവർ ചെയ്യാൻ വേണ്ട ക്യാപിറ്റലിനെ ചുരുക്കി ഒന്നും കൂടെ പറയുകയാണെങ്കിൽ ഫണ്ട് റിക്വയർഡ് ടു കവർ ദി ഓപ്പറേറ്റിംഗ് സൈക്കിൾ പീരിയഡ്. അങ്ങനെയാണ് ഫണ്ട് റിക്വയർഡ് ടു കവർ ദി ഓപ്പറേറ്റിംഗ് സൈക്കിൾ പീരിയഡ് എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ നിർത്തിയാലും കുഴപ്പമില്ല. എങ്ങനെ പറയേണ്ട കുട്ടികളെ? എന്താ ഓപ്പറേറ്റിംഗ് സൈക്കിൾ കൺസെപ്റ്റ് പ്രകാരം വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദി ക്യാപിറ്റൽ റിക്വയർഡ് ടു മീറ്റ് ദി ഓപ്പറേറ്റിംഗ് സൈക്കിൾ അല്ലേ? ഓപ്പറേറ്റിംഗ് സൈക്കിള് പീരിയഡ് മീറ്റ് ചെയ്യാൻ വേണ്ട ഫണ്ടിനെ, ക്യാപിറ്റലിനെ നമുക്ക് എന്ത് വിളിക്കാം? വർക്കിംഗ് ക്യാപിറ്റൽ ആസ് പെർ എന്താ കുട്ടികളെ? വർക്കിംഗ് ക്യാപിറ്റൽ ആസ് പെർ പോയോ? എന്താ ഓപ്പറേറ്റിംഗ് സൈക്കിൾ കൺസെപ്റ്റ്? ഒന്നുകൂടെ പറയാം. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞില്ലേ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്താന്ന് മനസ്സിലായില്ലേ? ഇതിന് സർട്ടൻ പീരിയഡ് വരൂലേ? ആ പീരിയഡിൽ കുറെ എക്സ്പെൻസുകൾ വരൂലേ?
ആ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ഫണ്ട് വേണ്ടേ? അതിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കുക. ഏത് കൺസെപ്റ്റ് പ്രകാരം? ആ